മിഡിൽ ഈസ്റ്റിൽ യുദ്ധം രൂക്ഷമായി തുടരുന്നതിനിടെ ആഗോള വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിലൂടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള സൗഹൃദ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് യാത്രാനുമതി നൽകി ഇറാൻ. ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാൻ, ചൈന, റഷ്യ, ഇറാഖ് എന്നീ രാജ്യങ്ങളുടെ കപ്പലുകൾക്കും സുരക്ഷിതമായി കടന്നുപോകാമെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി വ്യാഴാഴ്ച അറിയിച്ചു. ഫെബ്രുവരി 28-ന് ഇസ്രായേൽ-US സഖ്യം ഇറാനിൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചത്. ഇത് ആഗോളതലത്തിൽ വലിയ ഊർജ്ജ പ്രതിസന്ധിക്ക് കാരണമായിരുന്നു. എന്നാൽ ഇപ്പോൾ ചില രാജ്യങ്ങൾക്ക് ഇളവ് അനുവദിച്ചുകൊണ്ട് ഇറാൻ കോൺസുലേറ്റ് ജനറൽ പ്രസ്താവന പുറത്തിറക്കി. ഇറാന് നേരെയുള്ള സൈനിക നീക്കങ്ങളെ പിന്തുണയ്ക്കാത്ത രാജ്യങ്ങൾക്കും ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന സുരക്ഷാ നിയമങ്ങൾ പാലിക്കുന്ന കപ്പലുകൾക്കും മാത്രമാണ് പ്രവേശനാനുമതി. അമേരിക്ക, ഇസ്രായേൽ തുടങ്ങിയ ശത്രു രാജ്യങ്ങളുടെ കപ്പലുകളെ മാത്രമേ ആക്രമിക്കൂ എന്ന് ഇറാൻ ആവർത്തിച്ചു. എങ്കിലും സുരക്ഷാ ഭീതി കാരണം പല രാജ്യാന്തര കപ്പൽ കമ്പനികളും ഇപ്പോഴും ഈ പാത ഒഴിവാക്കുകയാണ്. കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് സുരക്ഷ നൽകുന്നതിന് പകരമായി നിശ്ചിത തുക ഈടാക്കാൻ ഇറാൻ പാർലമെന്റ് ആലോചിക്കുന്നു. ഇതിനായുള്ള കരട് ബിൽ അടുത്തയാഴ്ച അന്തിമമാക്കുമെന്ന് ഇറാന്റെ ഫാർസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. കടലിടുക്കിന്മേലുള്ള തങ്ങളുടെ പരമാധികാരം ഉറപ്പാക്കാനും യുദ്ധകാലത്തെ വരുമാന മാർഗമാക്കാനുമാണ് ഈ നീക്കം. യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇന്ത്യൻ പതാക വഹിച്ച 4 LPG ടാങ്കറുകൾ സുരക്ഷിതമായി ഹോർമുസ് കടലിടുക്ക് കടന്ന് ഇന്ത്യയിലെത്തിയിട്ടുണ്ട്. ചൈനീസ് സർക്കാർ ഉടമസ്ഥതയിലുള്ള കോസ്കോ കപ്പൽ കമ്പനിയും ഗൾഫ് വിപണികളിലേക്കുള്ള ചരക്ക് ബുക്കിംഗ് പുനരാരംഭിച്ചിട്ടുണ്ട്. ഇത് ആഗോള വിതരണ ശൃംഖലയിൽ നേരിയ ആശ്വാസം നൽകുന്നു.